നമുക്ക് ഇന്നത്തെ റീഡിങ്ങില് നിങ്ങളുടെ ആ വ്യക്തി ഇനി തിരിച്ചു വരുമ്പോൾ ചിലർക്ക് ന്യൂ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, ചിലവർക്ക് ബ്ലോക്ക് ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലർക്ക് റിലേഷൻ ഉണ്ടായിരിക്കും, അത്ര ഇതില്ല. അപ്പം നമുക്ക് ഒരാൾ കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് നോക്കാം എന്താ പറയുന്നതെന്ന്. ഒന്നാമത്തെ കാർഡ് മജീഷ്യനാണ് വന്നത്. നല്ല കാർഡ് തന്നെയാണ് വന്നത് കേട്ടോ, മജീഷ്യൻ. രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, 4, 5, 6. ഇതാണ് നമുക്കിന്ന് സ്പ്രെഡ് 6 കാർഡ്സിന്റെ സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പം ഈ കാർഡ്സിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഈ മജീഷ്യന്റെ എനർജിയും ഈ 3 ഓഫ് സോർട്സിന്റെ എനർജിയും കൂടി വന്നപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വരാത്തതിൽ ഒത്തിരി സങ്കടമുണ്ടെന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഒത്തിരി എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തി ഇതുവരെ വന്നിട്ടില്ല. അതാണ് അത് നമുക്കൊരു സോറോയാ, പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഇനിയും തിരിച്ചു വരും. ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ബന്ധം ഒത്തിരി പ്രീഷ്യസ് ആണ്. അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് വരുന്നത്. അപ്പം ഈ വ്യക്തി ഇനി തിരിച്ചു വരുമോ എന്നാണെങ്കിൽ ഈ കാർഡ് പ്രകാരം, ഈ കാർഡ് റെസൊനേറ്റ് ആയവർക്ക് തിരിച്ചു വരും. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. രണ്ടാമത്തത് 10 ഓഫ് വാൺസ് ആണ്. 10 ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്. 9ഉം 10ഉം ഒക്കെ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കെങ്ങും ഇല്ലാത്ത ഒരേ തരം പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർമ്മ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം നമുക്ക് ഈ പിക്ചർ ശ്രദ്ധിച്ചാൽ അറിയാൻ, നേരത്തെ ഒത്തിരി കർമ്മ ഉണ്ടായിരുന്നു, അത് കുറച്ചാണ് വന്നത്. അപ്പോൾ ഇതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്. ആ കർമ്മ തീരുമ്പോൾ അതിനാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഒരു സെപ്പറേഷനോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്ലോക്കോ ഒക്കെ സൃഷ്ടിച്ചേക്കുന്നത്. ആ കർമ്മ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒന്നാകുമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞിരുന്നത്. ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് പൂർത്തിയാകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾ എന്നാണ്. നമ്മൾ പൈസ നോക്കി ചിലവരൊക്കെ പോയവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറെ കൂടെ പണം സമ്പാദിക്കാം എന്ന് വിചാരിച്ച് പോയവരുടെ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞു തന്നെ. അപ്പൊ പൈസ നോക്കി ഒരു ജോലിയോ ഒരു ബിസിനസ്സോ ആകാം ഓപ്പോസിറ്റുള്ള വ്യക്തി പോയിട്ടുള്ളതായിട്ടാണ് ഇത് പറയുന്നത്. ഈ ക്വീൻ ഓഫ് പെന്റക്കിളിന്റെ കാർഡും പറയുന്ന ഒരു സ്ഥിരത, ഒരു ഫൈനാൻഷ്യൽ സ്ഥിരത ഈ ബന്ധത്തിൽ വന്നതിന് ശേഷം തിരിച്ചു വരാമെന്നാണ് ഈ വ്യക്തി വിചാരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പണം ആർജിച്ച ശേഷം ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരാമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി വരാനും ചാൻസ് ഉണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് കാർഡാണ്. അടുത്തത് ലവേഴ്സ് കാർഡാണ്. ഇപ്പം ലവേഴ്സ് കാർഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ ഇതുള്ള കണക്ഷൻ ആണ്. ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ അംഗീകാരം, ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പൊ നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ടായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ജാതി സൂട്ടാവുന്നില്ലായിരിക്കും, ചിലപ്പം മതത്തിന്റെ വേരിയേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എന്ത് വേരിയേഷൻ ഉണ്ടായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഇപ്പം സ്പിരിച്വൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുൻഗണനയൊന്നും നമ്മൾ കൊടുക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിവാഹങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പൊ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് ലവേഴ്സ് കാർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്ത് പോയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു എനർജിയാണ് ഈ ലവേഴ്സ് കാർഡ് പറഞ്ഞു തരുന്നത്. അടുത്ത ദി ടവർ എന്ന കാർഡാണ്. ദി ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉണ്ട്. അപ്പം ആ വ്യക്തിക്ക് ഇപ്പം ഓപ്പോസിറ്റുള്ള വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഈ ഈഗോ കാരണം. അപ്പം റെഗുലറായിട്ട് ക്ലാഷ് ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നേരിടുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളോട് വഴക്കിടുക, നമ്മൾക്കൊരു റെസ്പെക്ട് തരാതിരിക്കുക, നമ്മൾക്കൊരു വാല്യൂ ഇല്ലാതിരിക്കുക, ആ ബന്ധത്തിൽ ചെന്ന് പെട്ടല്ലോ എന്നാവും. അതുപോലെ ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ടവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ ഈഗോ ഒക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ പെർമനന്റ് ആയിട്ട് നടക്കില്ല. പെട്ടെന്നൊരു ആക്സിഡന്റോ എന്തെങ്കിലും പറ്റിയാൽ മതി ആ വ്യക്തിയിലെ ഈഗോ തകരാൻ. 10 ദിവസം കട്ടിലേലാകുമ്പോഴോ ഇല്ലെങ്കിൽ പൈസ കയ്യിലില്ലെങ്കിലോ അറിയാം നമ്മൾക്ക് എത്ര വാല്യൂ
ഉണ്ടെന്ന്. അപ്പൊ ആ വ്യക്തിയുടെ കുറെയൊക്കെ ഈഗോ എന്തോ യൂണിവേഴ്സ് തകർക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈഗോ തകർത്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഈഗോ തകർക്കുന്നവരെ ആ വ്യക്തി ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കില്ല, അനുസരിക്കില്ല, നിങ്ങളെ ബഹുമാനിക്കില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ എന്നാണ് ഈ ടവർ സിറ്റുവേഷനിലൂടെ പക്ഷെ ഇതിന് ശേഷമായിരിക്കും ആ വ്യക്തിയിൽ ചേഞ്ച് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണേലും ഈ ടവർ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയ ശേഷം എനിക്ക് ഈ ഭൂമിയിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും ഈ വ്യക്തി വരിക എന്നാണ് ദി ടവർ എന്ന കാർഡ് പറയുന്നത്. അപ്പോൾ പോയ വ്യക്തി തിരിച്ചു വരണമെങ്കിൽ ആ വ്യക്തിയിലുള്ള ഈഗോ ഒക്കെ യൂണിവേഴ്സ് തകർത്തിട്ട് വേണം വരാൻ എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് 3 ഓഫ് സോർഡ്സിന്റെ കാർഡാണ്. ഇതൊരു നെഗറ്റീവ് കാർഡാണ്. ഇത് നെഗറ്റീവ് കാർഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ റീഡിംഗ് കാണുന്ന വ്യക്തി എന്തെങ്കിലും വാക്കാലോ എന്തെങ്കിലും നോവിച്ചിട്ടാണോ അതുമൂലം പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. 3 ഓഫ് സോർഡ്സ് ഹൃദയത്തിൽ 3 വാൾ കുത്തി തെറിച്ച വിഷമം ഉള്ള ഒരു എനർജിയാണ്. ആ വ്യക്തി ഇനിയും തിരിച്ചു വരില്ല ഈ ബന്ധത്തിലോട്ട് എന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് ഒത്തിരിയധികം വിഷമതകളും സങ്കടങ്ങളും സഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ ഇനി ആ വ്യക്തി തിരിച്ചു വരുന്ന ഒരു എക്സ്പെക്ടേഷൻ കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് തരുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാർഡിൽ പ്രകാരം ഇനി ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയില്ല. ആ വ്യക്തി പോയ വഴി പോവാൻ കൂടുതൽ ചേസ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതാവാം, പക്ഷെ ആ വ്യക്തിക്ക് നന്നായി ഹട്ടായിട്ടുണ്ട്. ആ വ്യക്തി ഇനി തിരിച്ചു വരില്ല എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ 3 ഓഫ് സോർഡ്സ് എന്ന കാർഡിലൂടെ. അപ്പൊ ആ വ്യക്തിയുടെ ചിന്തകളിൽ മുഴുവൻ ഈ ബന്ധം എങ്ങനെയും മറക്കണം 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 ആ ചിന്ത മാത്രം ഉള്ളത് കൊണ്ട് ആ വ്യക്തി ഇനി ഒരിക്കലും ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് 3 ഓഫ് സോർഡ്സിന്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്ന് ഈ സ്പ്രെഡ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ റീഡിംഗ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുവാണെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കണം. അപ്പം നമ്പർ വാട്സപ്പ് നമ്പർ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ഫോളോ അപ്പ് ആവുക. താങ്ക് യു.